നാട്ടിലെങ്ങും അറിയപ്പെടുന്ന വലിയൊരു ശില്പിയാകും എന്ന് കൂട്ടുകാരും അയൽക്കാരും വിചാരിച്ചിരുന്നവൻ ശാസ്ത്രലോകത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച അന്യാദൃശ്യമായ മൗലികതയുള്ള മഹാനായ ശാസ്ത്രജ്ഞനാവുക. 1642 ക്രിസ്മസ് ദിനത്തിൽ ഇംഗ്ലണ്ടിലെ വൂൾസ്തോർപ്പ് എന്ന ഗ്രാമത്തിൽ ജനിച്ച ഐസക് ന്യൂട്ടൻ്റെ ജീവിതത്തിനാണ് ഇപ്രകാരമൊരു മാറ്റം സംഭവിച്ചത്. ധനുമാസത്തിലെ മഞ്ഞുറഞ്ഞ ആ പ്രഭാതത്തിൽ കുഞ്ഞിനെ മാറോട് ചേർത്തപ്പോൾ മിസ്സിസ് ന്യൂട്ടൺ അറിയുന്നില്ലായിരുന്നു, ലോകസൃഷ്ടി മുതൽ അന്നുവരെ മനുഷ്യവർഗത്തിന് അജ്ഞാതമായിരുന്ന അനേകം പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ ഇവനാണെന്ന്. നിർണായകമായ ചില വഴിത്തിരിവുകളുടെ ആകത്തുകയായിരുന്നു ഐസക് ന്യൂട്ടൻ്റെ ജീവിതം. ശൈശവത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം ഇത്രയേറെ തീർത്തും ലഭിക്കാതിരുന്ന അനേകം വ്യക്തികൾ കാണില്ല. ഐസക് ജനിക്കുന്നതിന് 3 മാസം മുമ്പ് തന്നെ പിതാവ് ന്യൂട്ടൺ മരിച്ചുപോയിരുന്നു. മാസം തികയാതെയാണ് അമ്മ ഐസക്കിനെ പ്രസവിച്ചത്. 2 ലിറ്ററിൻ്റെ ഒരു കപ്പിൽ ഒതുങ്ങുന്ന ശരീരം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂവെന്ന് അവൻ്റെ അമ്മ തന്നെ പിന്നീട് പറഞ്ഞതാണ്. അതിനാൽ കുഞ്ഞ് മരിച്ചു പോയേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. കുഞ്ഞിന് മനുഷ്യരൂപമായപ്പോൾ ഹന്ന പക്ഷേ രണ്ടാമതൊരാളെ വിവാഹം ചെയ്തു. മകനെ തൻ്റെ അമ്മ മാർഗരിയെ ഏൽപ്പിച്ച് ദൂരേക്ക് പോയി. അപ്പനും അമ്മയുമില്ലാത്ത ജീവിതം കൊച്ചു ന്യൂട്ടൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ ശിശുക്കൾക്ക് സാധാരണമല്ലാത്ത വികാര വിക്ഷോഭങ്ങൾ ആ കൊച്ചുകുട്ടിയുടെ ജീവിതത്തിൽ സാധാരണമായി. വല്യമ്മ മാർഗരി വളരെ പാടുപെട്ടു ഐസക്കിനെ ശാന്തനാക്കിയെടുക്കാൻ. അതിനാ സ്ത്രീ സ്വീകരിച്ച മാർഗമാണ് ഒരുപക്ഷെ വഴിതെറ്റിപ്പോകുമായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മനുഷ്യചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനിലേക്ക് ഐസക് എന്ന കൊച്ചു ബാലനെ നയിച്ചത്. അടുത്ത കൂട്ടുകാരെ പോലും അനാവശ്യമായി ആക്രമിച്ചിരുന്ന ഐസക്കിനെ മാർഗരി പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവൻ്റെ ജിജ്ഞാസയെ പരമാവധി ഉണർത്തും. തുടരെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആ വല്യമ്മ അവനെ പ്രോത്സാഹിപ്പിച്ചു. 1666 24-ാമത്തെ വയസ്സിൽ വൂൾസ്തോർപ്പിലെ ഉദ്യാനത്തിലിരിക്കുമ്പോഴാണ് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീഴുന്നത്. നോക്കുക, ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തിൽ അവൻ്റെ മുത്തശ്ശി വരുത്തിയ ചെറിയ മാറ്റം എത്ര അത്ഭുതാവഹമായ മാറ്റമാണ് ഈ ലോകത്തിന് വരുത്തിയത്. സമയം കണ്ടുപിടിക്കാനുള്ള വല്യമ്മയുടെ സൂത്രപ്പണി ഐസക്കിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. വീടിൻ്റെ മേൽക്കൂരയുടെ നിഴൽ മുറ്റത്ത് പതിക്കുന്നതിൻ്റെ വ്യത്യാസമനുസരിച്ച് സമയം കണക്കാക്കുക. ചെറിയ വഴികൾ തന്നെയാണ് പിന്നീട് വലിയ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഐസക് ന്യൂട്ടൺ ഉപയോഗിച്ചത്. ന്യൂട്ടൺ എങ്ങനെയാണ് കാറ്റിൻ്റെ ശക്തി കണ്ടുപിടിച്ചതെന്നറിയണ്ടേ? കാറ്റിനെതിരെ ചാടിക്കൊണ്ട് കൊടുങ്കാറ്റിൻ്റെ മുതൽ മന്ദമാരുതൻ്റെ വരെ ശക്തി അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി. വല്യമ്മയ്ക്ക് സമയമറിയാനാണ് അന്നുവരെ ആരും നിർമ്മിച്ചിട്ടില്ലാതിരുന്ന വാട്ടർ ക്ലോക്കും സൂര്യഘടികാരവും ബാലനായ ന്യൂട്ടൺ കണ്ടുപിടിച്ചത്. 2ാം ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് ന്യൂട്ടന് 13 വയസ്സായപ്പോൾ അമ്മ ഹന്ന മകൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. സ്വന്തമായുണ്ടായിരുന്ന കൃഷിസ്ഥലത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ മകനെ വളർത്തിക്കൊണ്ടുവരുന്നതിലായിരുന്നു ഹന്നയുടെ ശ്രദ്ധ. ന്യൂട്ടൻ്റെ കഴിവുകളെക്കുറിച്ചും നിർമ്മിച്ച സാധനങ്ങളെക്കുറിച്ചും വല്യമ്മ വാതോരാതെ പറഞ്ഞെങ്കിലും അതൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമായി ആ മാതാവിന് തോന്നിയില്ല. കൃഷിത്തോട്ടത്തിലേക്കു തന്നെ അമ്മ മകനെ കൊണ്ടുപോയി. ഒരു നാൾ മകനെ തിരക്കി തോട്ടത്തിൽ ചെന്ന ഹന്ന ഞെട്ടിപ്പോയി. തോട്ടത്തിൻ്റെ ഒരു വശത്ത് ബോധരഹിതനായി ന്യൂട്ടൺ കിടക്കുന്നു. തട്ടി വിളിച്ചപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത മറുപടി. വല്ലാതെ ഭയന്നുപോയി ആ സ്ത്രീ. കൃഷിസ്ഥലത്തിൻ്റെ മേൽനോട്ടം അന്നുകൊണ്ട് അവസാനിച്ചു. ഒട്ടും താമസിച്ചില്ല വല്യമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ. ന്യൂട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിച്ചതെന്നാണ് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് പരിശീലനം നേടാൻ കിങ്സ് സ്കൂളിൽ ന്യൂട്ടനെ ചേർക്കാൻ വല്യമ്മയും അമ്മയും കൂടി തീരുമാനിച്ചു. അങ്ങനെയൊരു തീരുമാനം അന്നവർ എടുത്തില്ലായിരുന്നെങ്കിൽ ലോകം കണ്ട ഏറ്റവും മഹാനായ ഈ ശാസ്ത്രജ്ഞൻ ഒരു കൃഷിയിടത്തിൻ്റെ മേൽനോട്ടക്കാരനോ ശില്പിയോ മെക്കാനിക്കോ മറ്റോ ആയിപ്പോകുമായിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം മഹത്തായ കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടമായിരുന്നു. ശാസ്ത്രഗതിയെ മാറ്റിമറിച്ച ഗുരുത്വാകർഷണ നിയമത്തിനും ചലന നിയമത്തിനും പുറമെ
ഗണിതശാസ്ത്രത്തിലും രസതന്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ന്യൂട്ടൺ നൽകിയ സംഭാവന നിസ്തുലമാണ്. അടിയുറച്ച ദൈവവിശ്വാസിയായിരുന്ന ന്യൂട്ടൺ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് എഴുതിയതിനേക്കാൾ കൂടുതൽ ലേഖനങ്ങൾ ബൈബിളിനെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചുമാണ് എഴുതിയത്. തൻ്റെ തിയറികളുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തെ കേവലമൊരു യന്ത്രമായി വ്യാഖ്യാനിച്ച ശാസ്ത്രജ്ഞന്മാർക്കെതിരെ അദ്ദേഹം രൂക്ഷമായാണ് പ്രതികരിച്ചത്. ഗുരുത്വാകർഷണം പ്രപഞ്ചങ്ങളുടെ ചലനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. പക്ഷേ ഗ്രാവിറ്റിക്ക് ആരാണ് ഗ്രഹങ്ങളെ ചലനസജ്ജമാക്കിയതെന്ന് വിവരിക്കാൻ കഴിയില്ല. ദൈവമാണ് എല്ലാറ്റിനെയും ഭരിക്കുന്നത്. മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയില്ലെന്നാണ് മഹാനായ ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. ഐസക് ന്യൂട്ടണിലെ ശാസ്ത്രജ്ഞൻ ശരിയായ രീതി വളർന്നു വരാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ വല്യമ്മയുടെയും അമ്മയുടെയും നിർണായകമായ തീരുമാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അവഗണിച്ചുള്ള തീരുമാനത്തിൽ ന്യൂട്ടൻ്റെ അമ്മ മുന്നോട്ട് പോയിരുന്നെങ്കിൽ മനുഷ്യരാശിക്ക് മഹാനായ ഒരു പ്രതിഭയെ നഷ്ടപ്പെടുമായിരുന്നു. തങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് മക്കളെ നിർബന്ധിച്ചു വിടുന്ന മാതാപിതാക്കൾ സമൂഹത്തിന് എന്ത് സംഭാവനയാണ് നൽകുന്നതെന്ന് നാം ചിന്തിക്കേണ്ടതാണ്.